നമസ്കാരം. ഡെമോക്രസിയുടെ സമയമാണ്. ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. കലോത്സവത്തിലെ മിമിക്രി കണ്ട് രാഷ്ട്രീയക്കാരുടെ തത്സമയ പ്രതികരണം. അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞപ്പോൾ ഇത്ര അതിവേഗത്തിൽ ഞാൻ ബഹുദൂരത്തിലാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. അതിഥിയായി എത്തുന്ന കോൺഗ്രസ് നേതാക്കൾ KPCC നിരീക്ഷണത്തിൽ. ഹൃദയം ദേവാലയം, മാനവ ഹൃദയം ദേവാലയം. കലോത്സവം കാണാനെത്തുന്ന സംവിധായകരെ പ്രതീക്ഷിച്ച് കുട്ടികൾ താളവും ഭാവവും മാറ്റുന്നു. ദില്ലി നേതാവാൻ എല്ലാ തരത്തിലും ഒരുങ്ങി ഉമ്മൻചാണ്ടി. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൺകുലമാടുന്നു. പ്രസ് കോൺഫറൻസ് നടത്തിയതോടെ ദില്ലി നേതാക്കൾക്ക് തൃപ്തിയായി. Not to my press conference, but somebody else report. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. കേരളത്തിലാണെങ്കിൽ പച്ചവെള്ളം കുടിച്ചെങ്കിലും ജീവിക്കാമെന്ന് ഉമ്മൻചാണ്ടി. കോട്ടയം യോഗം കഴിയുമ്പോൾ വീണ്ടും മൂർച്ച കൂട്ടി BJP. വായില്ലാക്കുന്നിലപ്പന്മാരെ പോലെ എഴുത്തുമുറിയുടെ അകത്തളങ്ങളിൽ കയറി മൗനിമാവയുടെ മകുടം ചൂടാൻ തയ്യാറായിട്ടുള്ള സാഹിത്യ നായകന്മാർ. ഈ അഹങ്കാരം ഇവർക്ക് എവിടുന്ന് ലഭിച്ചു? ഇത് സർവനാശത്തിനായി പോകട്ടെ എന്ന് ശാപം. ഈ തരത്തിലുള്ള ഒരു വിനാശകാലത്തും ഈ BJPയുടെ ഈ വിപരീത ബുദ്ധിയിലും നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ സമാരാധ്യരായ 4 ജനറൽ സെക്രട്ടറിമാർ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലേക്ക് കടന്നിറങ്ങിച്ചെന്ന് കമാലുദ്ദീനെ വേറൊരു രാജ്യത്തിലേക്ക് അയക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനവും. ആദ്യം കലോത്സവത്തിലേക്കാണ്. കണ്ണൂർ ക്രേസി. കണ്ണൂരിൽ കലോത്സവം പൊടിപൊടിക്കുകയാണ്. വേദികളിൽ വ്യത്യസ്ത ഇനങ്ങൾ, കാഴ്ചക്കാരായ വ്യത്യസ്ത വ്യക്തികൾ, അതിനിടയിൽ ജില്ലകൾ തമ്മിലുള്ള പോരും മുറുകുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കടക്കുന്നത് പെൺകുട്ടികളുടെ മിമിക്രി മത്സരത്തിലേക്കാണ്. അതും അവർ അവതരിപ്പിച്ച രാഷ്ട്രീയ ശബ്ദങ്ങളിലേക്ക്. ഡെമോക്രസി ആയതുകൊണ്ട് രാഷ്ട്രീയക്കാർ തന്നെ അവരവരുടെ ശബ്ദങ്ങളെ അപ്പോൾ വിലയിരുത്തിക്കൊള്ളും. ഇനി ചില രാഷ്ട്രീയ നേതാക്കന്മാരുമായുള്ള ഒരു ഫോണിംഗ് പ്രോഗ്രാം നമുക്ക് കേട്ടുനോക്കാം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ വേളയിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടുനോക്കാം. ആദ്യം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുക്കൽ തന്നെ നമുക്ക് ചോദിക്കാം. സാർ ഇപ്പോൾ ലൈനിലുണ്ട്. ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞപ്പോൾ ഇത്ര അതിവേഗത്തിൽ ഞാൻ ബഹുദൂരത്തിലാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ശ്രീ ഉമ്മൻചാണ്ടി സാർ, നോട്ട് ദുരിതം എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുന്നത്? ഏത് നോട്ട് ദുരിതം? ആര് മാറ്റി? എപ്പം മാറ്റി? ഇതൊക്കെ നിങ്ങൾ പത്രക്കാർക്കുന്ന അടിസ്ഥാനരഹിതമായ ചോദ്യങ്ങളാണ്. അല്ലാതെ ഹൈക്കമാൻഡാണ് ഇനി തീരുമാനിക്കേണ്ടത്. 8-ാം തീയതിയോ? ഓ, അങ്ങനെയുണ്ടോ? എങ്കിൽ ഞങ്ങൾ KPCC മീറ്റിങ്ങിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഞാനത് എൻ്റെ തീരുമാനം ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അടുത്തതായി നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ സാഹിബ് ലൈനിലുണ്ട്. സാറിൻ്റെ അടുക്കാൻ നമുക്ക് ചോദിക്കാം. ഹലോ സാർ, കേൾക്കാമോ? സാർ, കേൾക്കാം കേൾക്കാം. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണോ? ഞങ്ങൾ വന്നു, എല്ലാം ശരിയാക്കി, എല്ലാവരെയും ശരിയാക്കി ലാൽ സലാം. തുടക്കമിട്ടത് നിങ്ങൾ തന്നെ, പക്ഷെ നിങ്ങളുടെ ഒടുക്കമിട്ടതോ കപ്പലിലാടേ ആ കുപ്പായക്കാരി. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ ഇപ്പോൾ ലൈനുണ്ട്. സാർ, കേൾക്കാമോ? കേൾക്കാം. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുക. ആരാ രചിക്കും? അത് പിടിച്ചാൽ കാണാതല്ലേ ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ. അത് പക്ഷെ ഞാൻ പറഞ്ഞു വരുമ്പോൾ ആർക്കൂടെ മനസ്സിലാവത്തില്ല.
ആകാശവാണി തിരുവനന്തപുരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുഷ്മ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ആദ്യ വിമാനയാത്ര കൃത്യം 11:30 പുറപ്പെടും. മുഖ്യമന്ത്രി പിണറായി. അപ്പോ യാത്ര പുറപ്പെടുകയാണ്. ഇവിടെ അറൈവൽ എന്നൊക്കെ എഴുതി വെച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതിപ്പോ അരുവാള് എന്നൊക്കെ വായിച്ചിട്ട് ബഹളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. മനസ്സിലായല്ലോ? ശരി. മുൻമന്ത്രി കുഞ്ഞാലിക്കുട്ടി. അതത്ര വിശ്വാസമാക്കണ്ട, യാതൊരു കാര്യമില്ല. നിങ്ങൾ കണ്ട പത്തലൈറ്റ് കത്തി പുറപ്പെടുകയാണ്, ഞമ്മള് പുറപ്പെടുകയാണ്, ഞമ്മള് പുറപ്പെടുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവാർഡ് പ്രഖ്യാപിക്കാൻ ഈ തിരുവനന്തപുരം തന്നെ വേണം. മികച്ച പൈലറ്റ് നസ്രി, അങ്ങനെ പറയാം. മികച്ച എയറോസോഫ്റ്റ് രഞ്ജിനി കൽക്കുറി, അങ്ങനെ പറയാം. അങ്ങനെ അതവിടെ കഴിഞ്ഞു. ഇനിയൊരു അതിഥി വിശേഷമാണ്. കണ്ണൂരിൽ കലോത്സവം എത്തിയപ്പോൾ DCC പ്രസിഡന്റ് എവിടെയെന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. പറഞ്ഞു തീർന്നില്ല, സതീശൻ പാച്ചേനി പറന്നെത്തി. സുധീരൻ്റെ ലിസ്റ്റിൽപ്പെട്ട പുതിയ DCC പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ പാച്ചേനിയുടെ ഓരോ നീക്കവും KPCC പ്രസിഡന്റ് സാഗൂതം വീക്ഷിക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, കവിത ചൊല്ലിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പതുക്കെ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായി ഞങ്ങൾ മാറി. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ യൂണിയൻ അപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന, അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ മത്സരത്തിലും പങ്കെടുക്കും. ചങ്ങമ്പുഴയുടെ കവിതകൾ പാടും. അതുപോലെ സിനിമാ ഗാനമൊക്കെ അന്ന് പിന്നെ പാടുമായിരുന്നു. അന്ന് എല്ലാത്തിനും ഒരു ധൈര്യമാണല്ലോ. അപ്പോൾ അന്ന് പാടിയ എൻ്റെ ഒരു ഓർമ്മയിൽ അന്ന് പാടിയ പാട്ട് ഹൃദയം ദേവാലയം, ഹൃദയം ദേവാലയം, മാനവ ഹൃദയം ദേവാലയം. അന്ന് കുറച്ചൊക്കെ നന്നായിട്ട് പാടിയിരുന്നു. ഇപ്പോൾ നമുക്ക് ആ രംഗത്തൊന്നും നമ്മുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങളോ സന്ദർഭങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആ വഴിക്ക് പോകുന്നുമില്ല എന്നുള്ളത് ഇന്നത്തെ ഒരവസ്ഥയാണ്. അങ്ങനെ അതും അവിടെ കഴിഞ്ഞു. ഇനി കടക്കേണ്ടത് കളർഫുൾ ഐറ്റമായ ഒപ്പനയിലേക്കാണ്. കലോത്സവത്തിൻ്റെ ആദ്യ നാളുകളിൽ കാഴ്ചക്കാരെ കൂടുതലായി എത്തിക്കുന്ന മത്സരം. ഇത്തരം കലാപരിപാടികൾ നടക്കുമ്പോൾ നമുക്കറിയാം, സിനിമാ മേഖലയിലുള്ളവർ കുട്ടികളുടെ പ്രകടനം വീക്ഷിക്കും. നല്ല പ്രകടനക്കാരെ കിട്ടിയാൽ അവർ തിരഞ്ഞെടുക്കും. അങ്ങനെയെങ്കിൽ ഈ ഒപ്പന മത്സരം സംവിധായകൻ അമൽ നീരത് നോക്കിക്കണ്ടാൽ എങ്ങനെയുണ്ടാകും? നോക്കാം. ഇതോടെ കണ്ണൂർ ക്രേസിയുടെ കർട്ടൻ തൽക്കാലത്തേക്ക് താഴ്ത്തുകയാണ്. നല്ല നല്ല ഐറ്റങ്ങൾ വേദി കയറുമ്പോൾ കണ്ണൂർ ക്രേസി കർട്ടൻ പോക്കും. ഇനി ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി പിടിച്ച പുലിവാല്.